നമസ്കാരം. യുദ്ധത്തിന്റെ ഭീഷണി കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ കപ്പലും ഇപ്പോൾ ഒരു രാഷ്ട്രീയ സന്ദേശമായി മാറുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധം വെറും സൈനിക നീക്കമല്ല, ലോക സാമ്പത്തികത്തെയും ശക്തി സമവാക്യങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു നിർണായക തീരുമാനം. ആ ഉപരോധത്തിന്റെ ആദ്യ പരീക്ഷണമായി മാറിയത് റിച്ച് സ്റ്റാർ എന്ന കപ്പലാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതായി വിവരം. യുഎസും ഇറാനും തമ്മിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ചൈനീസ് ഉടമസ്ഥതയിലുള്ള റിച്ച് സ്റ്റാർ എന്ന ടാങ്കർ ഉൾപ്പെടെയുള്ള നിരവധി കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കാനാവാതെ പിന്തിരിയേണ്ടി വന്നതായാണ് വിവരം. ഇറാനെതിരെയുള്ള സൈനിക നടപടികളുടെ ഭാഗമായി യുഎസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഈ വിലക്ക് ആഗോള എണ്ണ വിപണിയെയും ഇൻഷുറൻസ് മേഖലയെയും വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ മേഖലയിൽ കപ്പൽ ഗതാഗതം വളരെ കുറവാണെന്നും യുഎസ് സേന കർശനമായ പരിശോധനയും നിയന്ത്രണങ്ങളും തുടരുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമുദ്രപാതയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ യുഎസും ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ചയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് യുഎസ് പ്രധാനമായും ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉപരോധത്തിന്റെ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലിനും യുഎസ് തടസ്സം മറികടക്കാൻ കഴിഞ്ഞില്ല എന്നും യുഎസ് സേനയുടെ നിർദ്ദേശപ്രകാരം 6 കപ്പലുകൾ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നും യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഉപരോധം നിലവിൽ വന്ന ആദ്യ ദിനമായ ചൊവ്വാഴ്ച ഈ ജലപാത മുറിച്ചു കടക്കാൻ ശ്രമിച്ച 8 കപ്പലുകളിൽ ഒന്നായിരുന്നു ചൈനീസ് ഉടമസ്ഥതയിലുള്ള യുഎസ് ഉപരോധം നേരിടുന്ന ടാങ്കറായ റിച്ച് സ്റ്റാർ. ഒമാൻ ഉൾക്കടലിലെ ഇറാനിയൻ തുറമുഖമായ ചബഹാറിൽ നിന്ന് പുറപ്പെടാൻ ശ്രമിച്ച 2 ഓയിൽ ടാങ്കറുകളെയും യുഎസ് ഡിസ്ട്രോയർ തടഞ്ഞതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാനുമായുള്ള ഇടപാടുകൾ കാരണം റിച്ച് സ്റ്റാറിയെയും അതിന്റെ ഉടമസ്ഥരായ ഷാങ്ഹായ് സുൻഡൻ ഷിപ്പിംഗ് കമ്പനിയെയും നേരത്തെ തന്നെ യുഎസ് ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഹംറിയ തുറമുഖത്ത് നിന്ന് കയറ്റിയ ഏകദേശം 2,50,000 ബാരൽ മെഥനോൾ ആണ് ഈ ടാങ്കറിലുള്ളത് എന്നതാണ് വിവരം. അതേസമയം യുഎസ് ഉപരോധത്തിലുള്ള മറ്റൊരു കൂറ്റൻ ടാങ്കറായ അലീഷ്യ ബുധനാഴ്ച കടലിടുക്ക് വഴി ഗൾഫിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കാൻ ശേഷിയുള്ള ഈ ഒഴിഞ്ഞ കപ്പൽ ഇറാഖിൽ നിന്ന് ചരക്ക് കയറ്റാനാണ് പോകുന്നത്. യുഎസ് ഉപരോധം നിലനിൽക്കുന്ന കപ്പലാണെങ്കിലും ഇറാഖിലേക്ക് പോകുന്നതിനായാണ് കപ്പൽ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നത്. ഇറാൻ തുറമുഖത്തേക്കല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കപ്പലിന് തടസ്സങ്ങൾ നേരിടേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷ. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ യുഎസും ഇസ്രായേലും യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിദിനം 130-ലധികം കപ്പലുകൾ ഈ വഴി കടന്നുപോയിരുന്നു. നിലവിലെ കടലിടുക്ക് ഏറെക്കുറെ അടച്ചിട്ട നിലയിലാണ്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഈ ഉപരോധം ഇറാന്റെ തുറമുഖങ്ങളിലേക്കും അവിടെ നിന്നുള്ള എല്ലാ കപ്പലുകളെയും ലക്ഷ്യമിടുന്നതാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ എടുത്ത ഈ നീക്കം യുദ്ധത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഇപ്പോൾ ചോദ്യം അത്ര ലളിതമല്ല. അമേരിക്കയുടെ കടുത്ത നീക്കം ഇറാനെ കീഴ്പ്പെടുത്തുമോ, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തന്നെ ലോക സംഘർഷത്തിന്റെ ഏറ്റവും അപകടകരമായ കേന്ദ്രമായി മാറുമോ?